പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അവിടെ വെളിപ്പെട്ടിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോ നമുക്കവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, യേശു ജനിക്കുമ്പോൾ എന്താ ഇങ്ങനെ ഇടയന്മാർക്കൊരു ദർശനം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഞാൻ ഇന്ന് കൊണ്ടുവന്ന മറ്റു പല വാക്യങ്ങളും നോക്കുമ്പോൾ അവിടെ ഒക്കെയും പറയുന്ന ഒരു കാര്യം, ജനമൊക്കെയും ക്രിസ്തു എന്നൊരു രക്ഷിതാവ് ജനിക്കുമെന്ന് കാത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോ ഈ ക്രിസ്തു എന്നൊരുവൻ ജനിക്കും എന്ന് എങ്ങനെയാ ജനത്തിന് തിരിച്ചറിവുണ്ടായത്? അതായത് ദൂതൻ ഇടയന്മാരോട് പറഞ്ഞപ്പോ അവർക്കൊരു സന്തോഷം, അവർ ആ ശിശുവിനെ കാണുവാൻ വേണ്ടി ഓടി ചെല്ലുകയാ. അപ്പോ അങ്ങനെ ഒരു രക്ഷകൻ ജനിക്കുമെന്ന് എങ്ങനെയാ ഇടയന്മാർക്ക് അറിയാവുന്നത്? അത് മറ്റൊന്നുമല്ല, യേശുവിന്റെ ജനനം അതൊരു യാദർച്ഛികമായി സംഭവിച്ച സംഭവമല്ല. യേശുവിന്റെ ജനനം അത് പിതാവ് വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് തോന്നി പരിശുദ്ധാത്മാവിനാൽ കന്യയുടെ ഉദരത്തിൽ ഒരു മകനെ ജനിപ്പിക്കാം എന്ന് തോന്നി ശിശു ജനിച്ചതല്ല. അത്